ഹലോ, അസ്സലാമു അലൈക്കും. എന്താ ഡോക്ടറെ വിശേഷങ്ങള്? കുറെ നേരം ഇരിക്കണല്ലേ? എന്താ അല്ല, എന്താ അറിയോ, നല്ല മഴയായിരുന്നു. ചെറുതായിട്ട് മഴ മാറി ഇങ്ങനെ വരുമ്പോഴേക്ക് എന്തോ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടോ, ഭയങ്കര ചൂട്. അത് പോയിനങ്ങൾ ഒന്നും കൂടെ തടിയൊക്കെ ഒന്ന് കുറച്ചും കൂടെ വ്യായാമമൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എത്ര ചൂടൊന്നും ഉണ്ടാവില്ല. എനിക്കിപ്പോൾ അത്ര ചൂടൊന്നും തോന്നുന്നില്ലല്ലോ. നമ്മളിങ്ങനെ തടിച്ചിരിക്കുമ്പോൾ നമ്മളെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഇങ്ങനെ അടഞ്ഞു നിൽക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് അവിടെ ചൂട് കുറച്ചും കൂടെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ജീവിതശൈലി മാറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങളെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ പഠിച്ചവനെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കും, കുറേ എഡ്യൂക്കേഷൻ ഉണ്ടാക്കും, കുറേ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. പക്ഷെ നമ്മളെ ശരീരം നോക്കാതെ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ അവസാനം ആ ശരീരത്തിന് വേണ്ടിയിട്ട് തന്നെ ചിലവഴിക്കേണ്ട ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ച് കൊണ്ടുപോയി കളയേണ്ട അവസ്ഥ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഞാനൊരു ചാലഞ്ച് തരാണ്. ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് റെഡിയാണോ? അല്ല കേട്ടോ, ഞാൻ റെഡിയല്ല. അതെ, എനിക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല, അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ശരി, എന്താ പറയാൻ വരുന്ന ഈ 6 മാസത്തെ ചലഞ്ച് അതൊന്ന് പറയും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം വേണം വേണ്ടിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടും മരുന്ന് സമയത്തിന് അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരുന്നു പല ആളുകളും രോഗികളായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കാനുണ്ട്, മരുന്നിന്റെ അവസ്ഥകൾ അതിലേറെയാണ്. ഇതൊക്കെ കാരണമാണ്, അല്ലെങ്കിൽ ഇന്ന് രോഗികളാവുന്നവർക്ക് അറിയാം ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഒരു രോഗിയാവുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. എനിക്ക് മനസ്സിലായി. അപ്പം ഇങ്ങനെ വരുന്ന ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഇല്ല, അതായത് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതകളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ അല്ലെങ്കിൽ തീരെ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഷുഗർ, പ്രഷർ, യൂറിക് ആസിഡ്, പൈൽസ്, അതേപോലെ മാനസിക രോഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ ഡോക്ടർ? ഷുഗർ, പ്രഷർ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഈ പറയുന്നത് യൂറിക് ആസിഡും ഈ പൈൽസും മാനസിക രോഗവും എങ്ങനെ ജീവിതശൈലി രോഗമായി മാറുന്നത്? പണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസ കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം ആക്കുക എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ സന്തോഷമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ആൾക്കാരുള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടാവും, അവരുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ട്രാജഡി നടന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമില്ല, കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യവാനാണ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മളടുത്ത് ഡിപ്രഷനാണ് ഡോക്ടർ, എനിക്ക് സന്തോഷം, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, സന്തോഷം എന്താണെന്ന് ഞാൻ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, ഇത് നിന്റെ തോന്നലാണ്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത്രയും കോമൺ ആണ് നമ്മളുടെ നാട്ടിൽ എന്ന് പറയുന്നത്, അത്രയും കോമൺ ആയിട്ട് വരുന്ന ഒരു രോഗമാണ് ശരിക്കും മാനസിക രോഗം എന്നുള്ളത്. പലപ്പോഴും അത് പറയാൻ മടിച്ചത് കൊണ്ട് ഉള്ളിൽ ഒതുക്കി നടക്കുന്നു. ഒരുപാട് സൂയിസൈഡുകൾ ഇപ്പം കേട്ട് വരുന്നതിൻ്റെ ഒക്കെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മാനസിക രോഗം തന്നെയാണ്. അപ്പോൾ ഡോക്ടറെ, ഈ ജീവിതശൈലി രോഗത്തിൽപ്പെട്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ മാനസിക രോഗം എന്ന് പറയുന്നത്. അപ്പോൾ പൈൽസിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് പറഞ്ഞത് ഈ മാനസിക രോഗമുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ വയറിന് സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നമ്മളുടെ ഭക്ഷണ രീതി ഭയങ്കരമായിട്ട്, പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയും കാര്യങ്ങളും മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് കൊതി കയറിയാൽ വേഗം പോവാ അങ്ങാടിയിൽ എന്താണോ കിട്ടുന്നത് അത്രയും. ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പാലക്കാട്, പ്രത്യേകിച്ച് നമ്മളവിടെയൊക്കെ പച്ചക്കറി ധാരാളം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ജീവിതശൈലിയൊക്കെ മാറി മാറി വരികയാണ്. പക്ഷെ അത് ഞാനിപ്പോൾ ഈ പെരിന്തൽമണ്ണ വന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു മീൻകാരൻ്റെ അടുത്ത് നിന്ന് ഒരു മീൻ വാങ്ങുക എന്നുള്ളതും എന്നെങ്കിലും മാസത്തിലൊരു കോഴി എന്നുള്ളത് മാറിയിട്ട് ഇന്ന് എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ പറയലുണ്ട് പച്ചക്കറി വെക്കുക എന്നെങ്കിലും ഒരു ദിവസം, എന്നാലും ഉണ്ടാവില്ല. ഇന്ന് ഇരുന്നിടത്ത് നിന്ന് എണീക്കുക അല്ലെങ്കിൽ ഇളകുക എന്നുള്ളത് ഭയങ്കര പണിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ തന്നെ ഒരുപാട് നേരമായി ഇവിടെ ഇരിക്കുന്നത്, നമുക്കൊന്ന് എണീറ്റ് കാരണം കുറച്ചു നേരം ഇരുന്നിട്ട് ഒന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് എന്നും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഡോക്ടറെ നടക്കി അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം വ്യായാമം ഇല്ലാണ്ടാവുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് കൂടുതലായിട്ട് കുരുവിൻ്റെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എനിക്കില്ല കേട്ടോ.
അപ്പോൾ ഇതെന്താ പറയുക, ഇതൊക്കെ എല്ലാവർക്കും ഈ സംഭവങ്ങളൊക്കെ അറിയാം. നമുക്കപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഇത് മാറ്റാൻ എന്താ മാർഗം? ഒന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കണം ടൈമിന്, സമയത്തിന് കഴിക്കുന്നത് നല്ല ആഹാരങ്ങളാവുക എന്നുള്ളത് നിർബന്ധം പിടിക്കുക. നമ്മളെന്നും കറക്റ്റിന് ഭക്ഷണം കഴിക്കും. നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. പക്ഷെ അതിന് പകരം വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. 2 എന്ന് പറയുന്നത് നല്ലോണം ഉറങ്ങുക. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ രാത്രി വീട്ടിലെത്തുമ്പോഴാണ് ഫ്രീ ആവുന്നത്. അപ്പോൾ ഒന്ന് ഫോൺ കാണുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മളെ ജീവിതശൈലിയിൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അത് കണ്ട് ആകുമ്പോഴേക്കും നമ്മൾ ഉറക്കം പോകും. പിന്നെ അത് എപ്പോഴാണ് ഉറക്കം വരുന്നത് അപ്പോൾ ഉറങ്ങുക എന്നുള്ളത്. ഇപ്പം വൈകി ഉറങ്ങുക, വൈകി എണീക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഓർഗൻസിന് പ്രശ്നമുള്ളതാണ്. അതായത് നമ്മളെ ലിവറൊക്കെ ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ ആ ഒരു ടൈമിലാണ്. നമ്മൾ അക്യുപഞ്ചറിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിൽ പറയുന്നത് തന്നെ ആ ഒരു സമയത്താണ് ശരിക്കും ലിവറിൻ്റെ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് സമയത്തിന് ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. വ്യായാമം എന്ന് പറയുന്നത് നിർബന്ധം വെക്കുക. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ ഞാനാണെങ്കിലും സ്ഥിരം വ്യായാമമുള്ള ആളൊന്നുമല്ല. കാരണം നമുക്ക് നമ്മുടെ എന്താണ് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവും, നമ്മൾ ജോലി, നമ്മളെല്ലാത്തിനും വേറെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. നമ്മൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരിക്കലും പ്രയോറിറ്റി കൊടുക്കാത്ത ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ചില ആളുകളുണ്ട്, എനിക്ക് ഉപ്പാക്കുണ്ട് ഷുഗർ, ഉമ്മാക്കുണ്ട് ഷുഗർ, അപ്പോൾ എനിക്ക് എന്തായാലും ഷുഗർ വരും. ഉള്ള കാലത്ത് ഞാൻ നല്ല ഷുഗറുള്ള സാധനങ്ങൾ കഴിക്കട്ടെ, അല്ലെങ്കിൽ നല്ല എണ്ണയിൽ പൊരിച്ചതൊക്കെ കഴിക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷെ ഇവർ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിർബന്ധമല്ല എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളത്. എല്ലാവർക്കും അതിനുള്ളൊരു ജീനുണ്ട്. അതായത് ഇങ്ങനെ ഷുഗർ വരാനുള്ള ജീനുണ്ട്, അല്ലെങ്കിൽ പ്രഷർ വരാനുള്ളൊരു ജീനുണ്ട്. പക്ഷെ ആ ജീൻ അവിടെ ശരിക്കും ആക്ടിവേറ്റഡ് ആയിട്ട് നമുക്കൊരു രോഗമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ശൈലി, അതേപോലെ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉള്ളപ്പം, അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് തളർന്നിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു രോഗത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. ഏറ്റവും നല്ലത് ഇപ്പം ശ്രദ്ധിച്ചാൽ എത്ര കാലം വേണമെങ്കിലും നല്ല ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക. എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കഴിക്കുന്നതിനല്ല, സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അല്ല ഡോക്ടറെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ഭാര്യയായിട്ട് എങ്ങനെ വിളിച്ചോ? അല്ല, ഈ പറഞ്ഞ 3 കാര്യവും എൻ്റെ അടുത്ത് നിരന്തരം ബാക്കിൽ നടന്നിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കണം, നമുക്ക് കഴിക്കാൻ കഴിയില്ല. സമയത്തിന് ഉറങ്ങണം, നമുക്ക് കഴിയില്ല. പിന്നെന്താ അടുത്ത് പറഞ്ഞേ? സമയത്തിന് ഉറങ്ങുക, സമയത്തിന് കറക്റ്റായിട്ട് വ്യായാമം ഒന്നും ഉണ്ടരുത്. അപ്പോൾ എന്തായാലും ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? അത് പറയും. നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, റൂട്ടീൻ ചെക്കപ്പ് നല്ലതാണ്. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ സ്വയം വിലയിരുത്തുക എന്നുള്ള ടെസ്റ്റാണ് ഏറ്റവും വലുതായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്ത മാതിരി. അതെ, നിങ്ങളൊരു ബുക്ക് കയ്യിൽ വെച്ചിട്ട് രാത്രി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ബുക്കിലാണ് ഉറങ്ങുന്നതിന്റെ മുന്നേ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത്. ഞാൻ കറക്റ്റായിട്ട് ഇന്ന് ഉറങ്ങിയോ, എത്ര മണിക്കൂർ നടന്നു, കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചോ, എന്തൊക്കെ കഴിച്ചു, എത്ര ജങ്ക് ഫുഡ് കഴിച്ചു, എത്ര കാലറിന്റെ ഭക്ഷണം ഞാൻ കഴിച്ചു, ഇങ്ങനെ വ്യായാമം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ 6 മാസം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നോക്കി, സ്വാഭാവികമായിട്ടും നിങ്ങളെ തടി വരെ കുറയും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന കിതപ്പോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് അതിൻ്റെ പാട്ട് നോക്കിപ്പോവും. അപ്പോൾ ഡോക്ടറെ വളരെയധികം നന്ദിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കിട്ട് തന്നെ താങ്ങാൻ വേണ്ടി വന്നതിലും, അതേപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നെ മാത്രമാണ്, എനിക്ക് മാത്രമുള്ളതാണെന്നുള്ളത് ശരിക്കും എയിം ചെയ്തിട്ടാണ് കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ നിങ്ങൾക്കിടയിലും ഉണ്ടാകും. ഇത് നമ്മുടെ ഡോക്ടർ ഹിബ, നമ്മുടെ പാണ്ടിക്കാടുള്ള ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റുമാണ്, അതേപോലെ സൈക്കോളജിസ്റ്റുമാണ്. ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഡോക്ടറിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ യുവേഴ്സ് മൊയിനൂലൂടെ വന്ന് വൈറലായിട്ടുള്ളതാണ്. ഒരുപാട് രോഗികളും അതേപോലെ തന്നെ ഒരുപാട് പേര് ഡോക്ടറിൻ്റെ ഉപദേശം കേട്ട് ഫോളോ ചെയ്ത് വരുന്നവരുണ്ട്. അപ്പം എന്താ പറയുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യും. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഞാൻ വിപരീതനാണ്. ഞാൻ നന്നായാലേ നിങ്ങളെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുക. ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.